ഹായ് എവരിവൺ, ദിസ് ഈസ് ഡോക്ടർ ആര്യദേവി. വെൽക്കം ടു അവർ ചാനൽ ഹെൽത്ത് ആൻഡ് ഹെൽത്തി ടോക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൈഗ്രെയിനെ കുറിച്ചിട്ടാണ്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു അസുഖം തന്നെയാണ്. അതായത് ഒരു തരത്തിലുള്ള തലവേദനയാണ് ഈ മൈഗ്രെയിൻ. സോ ഇത് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത് സ്ത്രീകളെയാണ്. സ്ത്രീകളിൽ ഒരു 20% സ്ത്രീകളെയും 6% പുരുഷന്മാരെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലും ജനറ്റിക്കൽ ടെൻഡൻസികൾ, അതായത് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് കൂടുതലും ഇത് കാണപ്പെടുന്നത്. മറ്റുള്ളവരിലും വരാറുണ്ട്. ഇനി ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു തലവേദന വരുമ്പോൾ അതികഠിനമായിട്ടുള്ള തലവേദന ആയിരിക്കും വരിക. കൂടുതലും ത്രോബിങ് ത്രോബ് ചെയ്യുന്ന പോലെ ഇങ്ങനെ തുടിക്കുന്നത് പോലത്തെ ഉള്ള ഒരു തലവേദന ആയിരിക്കും. നമ്മളുടെ തലയുടെ ഏതെങ്കിലും ഒരു സൈഡിനെ ആയിരിക്കും ഇത് കൂടുതലും എഫക്റ്റ് ചെയ്യുക. ലൈറ്റിലേക്ക് നോക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അതേപോലെ തന്നെ സൗണ്ട് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ചെറിയ സൗണ്ട് വരുമ്പോഴത്തേക്കിനും നമ്മൾ ഇറിറ്റേറ്റ് ആവുക, നോസിയ, അതായത് ഓക്കാനവും ഛർദിലും ഒക്കെ തന്നെ ഉണ്ടാവുന്നതാണ്. ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഏതെങ്കിലും ഒരു റൂമിൽ ലൈറ്റൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് സൗണ്ടൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ട് മിണ്ടാതെ ഒന്ന് കിടക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുക. പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ട് ക്ലാസിക്കൽ മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ കൂടെ ഓര ഉണ്ടാവും. ഓര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് തലവേദന വരാൻ പോകുകയാണെന്ന് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഓര എന്ന് പറയുന്നത്. ഇത് കുറേ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. വിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓരയാണ് കൂടുതലും കാണുന്നത്. അതായത് നമ്മുടെ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെയോ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു വസ്തുവിൻ്റെ പകുതി കാണുകയോ, അല്ലെങ്കിൽ അത് കാണാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയോ, കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുന്നത് പോലെ തോന്നുകയോ, അല്ലെങ്കിൽ കണ്ണിൻ്റെ മുന്നിൽ സിക്സാഗ് ആയിട്ടുള്ള ലൈൻ, സിൽവർ ലൈൻ കാണുകയോ ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥയാണിത്. അതും അല്ലെങ്കിൽ നമുക്ക് വേറെ പലതരത്തിലുള്ള ഓര ഉണ്ടാവാം. ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ തരിപ്പോ നംനെസ്സോ ഒക്കെ ഫീൽ ചെയ്യുന്നത് പോലെ തോന്നാം. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സംസാരിക്കാൻ പറ്റാത്തതുപോലെ ആയിരിക്കും ഓര വരിക. അല്ലെങ്കിൽ നമ്മുടെ കാലൊക്കെ വീക്കായിട്ട് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ കാലിനൊരു തളർച്ച പോലെയൊക്കെ ഫീൽ ചെയ്യുക. ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് മൈഗ്രെയിൻ വരുന്നതിന് മുന്നേ ഫീൽ ചെയ്യാം. കാല് തളർന്നു പോകുന്ന പോലെയൊക്കെയുള്ള ഫീലിംഗ് നമുക്ക് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഓര എന്ന് പറയുന്നത് 30 മിനിറ്റ് മുതൽ 1 മണിക്കൂറിനുള്ളിൽ മാറുന്നതുമായിരിക്കും. 1% ആൾക്കാർക്കാണ് ഈ ഒരു ഓറ വരുന്നത്. ഇപ്പോൾ ഓറ ഇല്ലാതെ തന്നെയും നമുക്ക് മൈഗ്രെയിൻ വരാം. എന്തുകൊണ്ട് ഈ ഒരു തലവേദന വരുന്നു എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ഈ തലവേദന വരുന്ന സമയത്ത് നമ്മുടെ തലയിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടുന്നതായിട്ടും നെർവ്സിൻ്റെ ആക്ഷൻസ് കൂടുന്നതായിട്ടും കുറയുന്നതായിട്ടും ഒക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പലതരത്തിലുള്ള കെമിക്കൽസും ഹോർമോൺസും ഒക്കെ ഈ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിൽ റിലീസ് ചെയ്യപ്പെടുന്നതായിട്ടൊക്കെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഒപ്പം പെയിൻ റെഗുലേറ്റിംഗ് മെക്കാനിസംസ് ഒക്കെ തന്നെയും ഈ ഒരു സിറ്റുവേഷനിൽ എഫക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തലവേദന വരുന്നതെന്ന് കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് ട്രിഗറിങ് ഫാക്ടേഴ്സ്. അതായത് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കൊണ്ടിട്ടായിരിക്കും, ഓരോ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോഴായിരിക്കും കൂടുതൽ ഈ ഒരു തലവേദന ഫീൽ ചെയ്യുന്നത്. സ്ത്രീകൾക്കാണെങ്കിൽ കൂടുതലും ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ, അതായത് മെൻസസിൻ്റെ സമയത്ത്, മെനോപോസിൻ്റെ സമയത്തൊക്കെ മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചിലർക്ക് ചില ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും, അതായത് ചീസ് അല്ലെങ്കിൽ ചോക്ലേറ്റ് അങ്ങനത്തെ ഫുഡ് കഴിക്കുമ്പോൾ ഈ ഒരു മൈഗ്രെയിൻ്റെ സിംറ്റംസ് കാണിക്കാം. പിന്നീട് ചിലർക്ക് സ്ട്രെസ്സ് വരുമ്പോഴായിരിക്കും മൈഗ്രെയിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയത്തും ഓരോ സിറ്റുവേഷനിലും ആയിരിക്കും ഈ ഒരു തലവേദന ഉണ്ടാവുക. ഇത് കൂടുതലും ഈ ഒരു തലവേദന കൂടുതലും വരുന്നത് 1 മാസത്തിൽ ഒരിക്കൽ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ ചിലപ്പോൾ ഒരു വീക്കിൽ, അതായത് ഒരാഴ്ചയിൽ തന്നെ 2 തവണയൊക്കെ ഈ തലവേദന വന്നെന്നും ഇരിക്കാം. മൈഗ്രെയിൻ ഉള്ള ഒരാളാണ് നമ്മളെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു സ്ലീപ്പ് പാറ്റേൺ നമുക്ക് ഉണ്ടാവണം. അതായത് ഉറങ്ങുന്നത് ഒരു കൃത്യസമയത്താക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഉറങ്ങുന്നത് കൂടിയാലും ഉറക്കക്കുറവുണ്ടെങ്കിലും ഒക്കെ മൈഗ്രെയിൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ റെഗുലർ ആയിട്ടുള്ള ഫുഡ് പാറ്റേൺ, അതായത് ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കുക, നിറച്ച് വെള്ളം കുടിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഗ്രീൻ ലീഫി വെജിറ്റബിൾസും മറ്റ് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് ആൽക്കഹോള് അല്ലെങ്കിൽ മറ്റുള്ള അഡിക്റ്റീവ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. റെഗുലർ ആയിട്ടുള്ള എക്സസൈസും സ്ട്രെസ്സ് മാനേജ് ചെയ്യാനായിട്ട് യോഗ, മെഡിറ്റേഷൻ എന്നിവയൊക്കെ ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ മൈഗ്രെയിന് വേണ്ടി മാത്രമായിട്ടൊരു ഡയറി, അതായത് നമുക്ക് എപ്പോഴും മൈഗ്രെയിൻ വന്നു, എത്ര നേരം അത് നീണ്ടു നിന്നു, എന്ത് കാരണം കൊണ്ടാണ് വന്നത്, വേറെ എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ നമുക്കൊരു ഡയറി അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു ടെസ്റ്റുകളും കാര്യങ്ങളൊന്നുമില്ല. ചില സമയത്ത് ഈ ഒരു ലക്ഷണങ്ങൾ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്
MRI സ്കാനും മറ്റ് ടെസ്റ്റുകളും പറയാറുണ്ട്. ഈ ഒരു തലവേദന വന്നിട്ടുള്ളവർക്കറിയാം വളരെ കഠിനമായിട്ടുള്ള നമ്മൾ മടുത്തു പോകുന്ന തരത്തിലുള്ള ഒരു തലവേദനയാണിത്. അപ്പോൾ ഇത് നമ്മൾ സഹിച്ച് മുന്നോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഹോമിയോപ്പതിയിൽ നമ്മൾ ഓരോരുത്തരുടെയും ഈ ഒരു പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇതിന് മെഡിസിൻ നൽകുന്നത്. നമ്മൾ മെഡിസിൻ കൊടുത്തതിന് ശേഷം ആദ്യത്തെ ആ ഒരു മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ട്രിഗറിങ് ഫാക്ടേഴ്സൊക്കെ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കാം. ഗ്രാജുവലി നമുക്ക് ഈ ഒരു ട്രിഗറിങ് ഫാക്ടേഴ്സൊക്കെ അത് ആ ഒരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് വലിയ പ്രശ്നമില്ലാതെ അതിനെ മറികടക്കാൻ സാധിക്കും. പിന്നീട് ഈ ഒരു പ്രശ്നം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി നോർമലായിട്ട് വരാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്